നിന്ന് യേശു ചരിത്ര പുരുഷനാണോ എന്ന് നമ്മൾ പരിശോധിക്കുവാൻ ഇടയായി തീർന്നു. ഒന്നാമത് നമ്മൾ 3 റോമൻ ഗ്രന്ഥകർത്താക്കളെ, ചരിത്ര ഗ്രന്ഥകർത്താക്കളെ നമ്മൾ അവരുടെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിപ്പാനിടയായി തീർന്നു. പ്ലീനിയും ടാറ്റിറ്റസും അതുപോലെ സുട്ടോണിയസും പറഞ്ഞതായ 3 പേരുടെ അഭിപ്രായങ്ങൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനാണ് എന്ന് അവരുടെ വാക്കുകളിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനും അവയെ ചിന്തിക്കുവാനും ദൈവം നമ്മളെ സഹായിച്ചു. അപ്പോൾ തന്നെ 4-മതായിട്ട് യഹൂദ എഴുത്തുകാരിൽ പ്രധാനിയായിരിക്കുന്ന യഹൂദ ചരിത്രകാരനായ ജോസിഫസ് തന്റെ എഴുത്തുകളിൽ യേശുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയത്തെയും നമ്മൾ ചിന്തിച്ചു. അങ്ങനെ 4 പേരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയും അത് എഴുതിയെടുക്കുവാനും ഇടയായി തീർന്നു. അതിലെ അവസാനത്തെ ഭാഗമായി 5-മത്തെ പോയിന്റായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എഴുതിയെടുക്കാം. 5-മത്തെ പ്രധാനപ്പെട്ട പോയിന്റായി വരുന്നത് റബിമാർ യേശുവിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. റബിമാർ എന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലെ അവരുടെ തൽമൂദുകളിൽ യേശുവിനെ കുറിച്ച് പുരാതന കാലത്തെ എഴുത്തുകളാണ്. അതിലെന്താണ് യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത് എന്നുകൂടെ നമുക്ക് ഒന്ന് ചിന്തിക്കാം. അത് നമുക്ക് എഴുതിയെടുക്കാം. തൽമൂദ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. തൽമൂദ് എന്ന് പറയുമ്പോൾ യഹൂദ റബിമാരുടെ എഴുത്തുകൾ എന്ന് പറയുമ്പോൾ ഓറലി, അതായത് വാക്കുകൾ കൊണ്ട്, എഴുതിയ കൽപ്പനകളോ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒന്നല്ല, ഓറലി വാക്കുകളാൽ അവർ പറയപ്പെട്ടതാകുന്ന ചില നിയമങ്ങളും അവരുടെ വിധികളും അവരുടെ ആശയങ്ങളും അടങ്ങിയ എഴുത്തിനെയാണ് തൽമൂദുകൾ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ പുരാതന കാലത്ത് റബിമാർ രചിച്ചിരുന്ന എഴുത്തുകൾക്കകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുപോയി. അതിനകത്ത് അവരുടെ തൽമൂദിൽ റബിമാർ പറയപ്പെട്ടിരിക്കുന്നത് യേശുവിനെ പറ്റി പുറപ്പെടുവിച്ച പ്രസ്താവന ഇതാണ്: യേശു ജാലവിദ്യകൾ കാണിച്ചു, ജ്ഞാനികളെ ആക്ഷേപിച്ചു, ജനത്തെ ഇളക്കി വിടുകയും വശീകരിക്കുകയും ചെയ്തു, 5 ശിഷ്യന്മാരെ ചേർത്തു, പെസഹായുടെ തലേന്നാൾ തൂക്കിലേറ്റപ്പെട്ടു എന്നീ കാര്യങ്ങളാണ് യഹൂദ തൽമൂദിൽ റബിമാർ രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നു എന്ന് യഹൂദ എഴുത്തുകളിൽ നിന്നുകൂടെ നമുക്ക് ചരിത്രപരമായി തെളിയിക്കുവാൻ സാധിക്കും. അത് ഇപ്പോൾ നമുക്ക് എഴുതിയെടുക്കാം. അടുത്ത പോയിന്റായിട്ട് 5-മത്തെ പോയിന്റായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. തൽമൂദ് നമ്മൾ നേരത്തെ ഓർത്തിരുന്നത് പോലെ നമ്മൾ ടാറ്റിറ്റസിനെ കുറിച്ചും സുഡോണിയസ് പറഞ്ഞതിനെയും പ്ലീനി പറഞ്ഞതിനെയും ജോസിഫസ് പറഞ്ഞ ആ അഭിപ്രായത്തെ നമ്മൾ എഴുതി. അടുത്ത 5-മത്തെ പോയിന്റ് തൽമൂദ് എന്ന് നിങ്ങൾക്ക് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. യഹൂദ റബിമാരുടെ എഴുത്തുകളിൽ നിന്നും യേശുവിനെ പറ്റി പുറപ്പെടുവിച്ച പ്രസ്താവനകൾ തൽമൂദുകളിൽ ഉണ്ട്. യഹൂദ റബിമാരുടെ എഴുത്തുകളിൽ നിന്നും യേശുവിനെ പറ്റി പുറപ്പെടുവിച്ച പ്രസ്താവനകൾ തൽമൂദിലുണ്ട്. യേശു ജാലവിദ്യകൾ കാണിച്ചു, ജ്ഞാനികളെ ആക്ഷേപിച്ചു, ജനത്തെ ഇളക്കി വിടുകയും വശീകരിക്കുകയും ചെയ്തു, 5 ശിഷ്യന്മാരെ ചേർത്തു, പെസഹായുടെ തലേന്നാൾ തൂക്കിലേറ്റപ്പെട്ടു. വായിക്കുന്നു. തൽമൂദ് എന്നുള്ള ഹെഡിങ്ങിന് താഴെയാണ് യഹൂദ റബിമാരുടെ എഴുത്തുകളിൽ നിന്നും യേശുവിനെ പറ്റി പുറപ്പെടുവിച്ച പ്രസ്താവനകൾ തൽമൂദിലുണ്ട്. അവ യേശു ജാലവിദ്യകൾ കാണിച്ചു, ജ്ഞാനികളെ ആക്ഷേപിച്ചു, ജനത്തെ ഇളക്കി വിടുകയും വശീകരിക്കുകയും ചെയ്തു,
5 ശിഷ്യന്മാരെ ചേർത്തു. പെസഹായുടെ തലേന്നാൾ തൂക്കിലേറ്റപ്പെട്ടു. ഈ വിധ കാര്യങ്ങളെയാണ് യഹൂദ റബിമാർ അവരുടെ എഴുത്തുകളിൽ, അഥവാ തൽമൂദ് എന്ന് പറയുന്ന എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി അടുത്ത തൊട്ട് താഴെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതാം. എന്താണ് തൽമൂദ്? അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. എന്താണ് തൽമൂദ്? യഹൂദന്മാരുടെ വാമൊഴിയാലുള്ള നിയമവും ആശയങ്ങളും അടങ്ങിയ യഹൂദന്മാരുടെ, അഥവാ യഹൂദ റബിമാരുടെ വാമൊഴിയാലുള്ള നിയമവും ആശയങ്ങളും അടങ്ങിയ പുരാതന കാലത്തെ എഴുത്തിനെയാണ് തൽമൂദ് എന്ന് പറയുന്നത്. യഹൂദ റബിമാരുടെ വാമൊഴിയാലുള്ള നിയമവും ആശയങ്ങളും അടങ്ങിയ പുരാതന കാലത്തെ എഴുത്തിനെയാണ് തൽമൂദ് എന്ന് പറയപ്പെടുന്നത്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അവിടെ കൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഭാഗമായ യേശു ചരിത്ര പുരുഷൻ എന്ന വസ്തുതയെ ലോകത്തിന്റെ എഴുത്തുകളിൽ നിന്ന് ലഭ്യമാകുന്ന ആദിമ നൂറ്റാണ്ടിൽ ലഭിക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുന്ന വ്യക്തമായ തെളിവുകളെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലും ഇപ്പോഴുമായി നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് അതിന് അടിവരയിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന രേഖകൾ നമുക്ക് ലഭ്യമായി തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ രണ്ടാമത്തെ ക്ലാസ്സിന്റെ പ്രാരംഭ ദിവസത്തിൽ ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകൾ ചരിത്രത്തിന്റെ ഏടുകളിൽ, ചരിത്രത്തിലെ എഴുത്തുകൾക്കകത്ത് നിന്ന്, വേദപുസ്തകത്തിന് പുറത്തു നിന്ന് വളരെ ലളിതമാകുന്ന എഴുത്തുകൾ മാത്രമേ ലഭിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ 4 വിധ കാരണങ്ങൾ നിരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് യേശുവിനെ കുറിച്ച് ലഭിക്കപ്പെടുന്ന സർവപ്രധാനമാകുന്ന പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ നിന്നാണ് യേശുവിനെ കുറിച്ചുള്ള യേശുവിന്റെ ജീവിത രേഖകൾ ഏറെക്കുറെ നമുക്ക് ലഭിക്കപ്പെടുന്നത്. ഇനി അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുതിയ നിയമത്തിൽ യേശു, ബി പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് എഴുതാം. ബി പാർട്ടായിട്ട് നമുക്ക് കാണാം പുതിയ നിയമത്തിലെ യേശു. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാൽ മതി. നമ്മൾ ഒന്നാം ഭാഗം ചരിത്രപരമായിട്ട് ലോകത്തിൽ നിന്നുള്ള തെളിവുകളെ എടുത്തു വെച്ചുകൊണ്ട് യേശു ക്രിസ്തു ചരിത്ര പുരുഷനെന്ന് നമുക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞു. രണ്ടാം ഭാഗം യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നിന്നുള്ള തെളിവുകളാണ് കർത്താവായ യേശു ക്രിസ്തു ചരിത്ര പുരുഷനെന്ന് നമ്മൾ വിശ്വസിക്കുവാനും നമ്മളത് ഉറപ്പിക്കുവാനും വേണ്ടി പോകുന്നത്. റോമൻ ഭരണത്തിന് കീഴിലായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനന സമയം. ഏകദേശം BC 4 മഹാനായ ഹെരോദാവ് മരിക്കുന്നതിന് ചില നാളുകൾക്ക് മുൻപാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുവാനിടയായി തീർന്നത്. പുതിയ നിയമത്തിലെ ഒരു ഗ്രന്ഥത്തിലും യേശുവിന്റെ സമ്പൂർണമാകുന്ന ജീവിതം നമുക്ക് ലഭ്യമല്ല. കാരണം യേശു ക്രിസ്തുവിന്റെ സംഭവബഹുലമാകുന്ന ജീവചരിത്രം പൂർണ്ണമാകുന്ന നിലകളിൽ കൈമാറ്റം ചെയ്യുക എന്നതല്ലായിരുന്നു ശിഷ്യന്മാരുടെ, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ഈ 4 സുവിശേഷകന്മാരുടെയും ലക്ഷ്യമെന്ന് പറയുന്നു. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ മുൻപിൽ രക്ഷകനായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിട്ട് ഏകദേശം 35 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി മർക്കോസിന്റെ സുവിശേഷങ്ങളിൽ ആദ്യമായി മർക്കോസ് യേശുവിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് ആരംഭം കുറിച്ച് എഴുതുന്നത്. അതും വളരെ ലളിതമാകുന്ന രീതികളിൽ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തന മേഖലകളെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ഈ എഴുത്തുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ എഴുത്ത് എന്ന് പറയുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസിന്.
അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:4 യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രാരംഭമായി വേദപുസ്തകത്തിൽ വിരൽ ചൂണ്ടുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ചതായ ആ സ്തോത്രം യേശുവിനെ കുറിച്ച്. എന്നാൽ പിൽക്കാലത്തിൽ 4 സുവിശേഷങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുന്നതിൽ ഈ 4 സുവിശേഷങ്ങളിലും മത്തായിയും ലൂക്കോസും മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രത്തിന്റെ ഏറെക്കുറെ ഭാഗങ്ങളും പുതിയ നിയമസഭയ്ക്ക് അല്ലെങ്കിൽ ലോകത്തിന് കൈമാറ്റം ചെയ്തിരിക്കുന്നു. മർക്കോസ് വിരളമാകുന്ന യേശുവിന്റെ വംശാവലിയോ യേശു ഒരു ചരിത്ര പുരുഷനെന്ന് തെളിയിക്കത്തക്ക നിലകളിലുള്ള ഒരെഴുത്തല്ലായിരുന്നു. എന്നാൽ മത്തായി എഴുതി തുടങ്ങുമ്പോഴും ലൂക്കോസ് തന്റെ സുവിശേഷം എഴുതുമ്പോഴും ഈ 2 സുവിശേഷങ്ങൾക്കകത്തും വ്യക്തമായിട്ട് അവരൊരു കാര്യത്തിന് പ്രാധാന്യം നൽകി. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്, യേശു മനുഷ്യനായിട്ട് അവതരിച്ചു എന്ന് വ്യക്തമായി തെളിയിക്കത്തക്ക നിലകളിലാണ് അവരുടെ 2 പേരുടെയും 2 എഴുത്തുകാരുടെയും പുസ്തകങ്ങളുടെ പ്രാരംഭ അധ്യായങ്ങൾ ആരംഭിക്കുന്നു. മത്തായി താൻ എഴുതുമ്പോൾ യേശുവിനെ അബ്രഹാം മുതൽ യേശു ക്രിസ്തു വരെ 42 തലമുറകളെ താൻ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. തന്റെ എഴുത്തുകൾക്കകത്ത് താന് വ്യക്തമായി പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ച് മത്തായി 42 തലമുറകളും ലൂക്കോസ് 70 തലമുറകളും യേശു മുതൽ ആദാം വരെയും ആദാം ദൈവത്തിന്റെ മകനെന്നും തെളിയിക്കപ്പെടുന്നു. മത്തായി അബ്രഹാം മുതൽ ദാവീദ് വരെയും ദാവീദ് മുതൽ ബാബിലോണി പ്രവാസം വരെയും ബാബിലോണി പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെയും അങ്ങനെ 14 തലമുറകളായി ഇങ്ങനെ വിഭജിച്ച് വ്യക്തമാക്കി കൊണ്ടുവന്ന് യേശു ഒരു ചരിത്ര പുരുഷനാണെന്ന്, യേശു ഭൂമിയിൽ ജനിച്ചെന്ന്, യോസഫിന്റെ മകനായി ജനിച്ചു എന്ന് വ്യക്തമായി തെളിയിക്കുന്നു. അപ്പോൾ തന്നെ ലൂക്കോസും താനൊരു വൈദികനാണ്. അപ്പൊ അദ്ദേഹം നമുക്കറിയാം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ശ്രീമാനായ തിയോഫിലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റോമൻ ഗവൺമെന്റിൽ അല്ലെങ്കിൽ അവരുടെ റോമൻ അധികാരത്തിൽപ്പെട്ട ഒരു മഹാനായ വ്യക്തിക്ക് താന് വളരെ കൃത്യമായി യേശുവിന്റെ ജീവചരിത്രം എഴുതി തുടങ്ങി. അപ്പൊ ഇത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ യേശുവിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ യേശുവിനെ താൻ വിരൽ ചൂണ്ടി കാണിക്കുന്നത് ഒരു ഐതിഹ്യമായിട്ടോ കെട്ടുകഥയായിട്ടോ അല്ല. ഇവർ 2 പേരും ഈ വംശാവലി എഴുതുവാനുണ്ടായിരിക്കുന്നതിന്റെ പ്രധാന കാരണം യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ ഭാഗമൊക്കെ വിടാറുണ്ട്. കാരണം അവിടെ വായിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത കുറെ പേരുകൾ അതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഈ വംശാവലി വരുമ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട്. അവിടെ ഒന്നും നമ്മൾ അധികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല, നമ്മളത് വായിക്കാൻ തുനിയാറുമില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ആ 2 ഭാഗങ്ങളും ആ സുവിശേഷകന്മാർ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ക്രിസ്തുവിനെ കുറിച്ച് ലോകം പറയുക? എന്തായിരിക്കും യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു എന്നതിന് തെളിവായിട്ട് എന്തായിരിക്കും ലോകത്തിന്റെ മുൻപിൽ നമുക്ക് നൽകാനുള്ളത്? നമ്മൾ കാണുമ്പോൾ സാധാരണമായി ഒരു അധ്യായമോ 2 അധ്യായമോ കുറെ വാക്യങ്ങളോ എഴുതി അവിടെ കൊണ്ട് എന്തൊക്കെയോ നിറയ്ക്കുന്നതിന് വേണ്ടിയല്ല ഗ്രന്ഥകർത്താക്കൾ അവ എഴുതിയത്. മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ അത് നിയോഗിച്ചെഴുതുമ്പോൾ ദൈവത്തിന് മുന്നമേ എന്തെല്ലാം സംഭവിക്കപ്പെടാൻ പോകുന്നു എന്ന് പൂർണ്ണമായി അറിവുള്ളവനാണ്. നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. അവൻ ഇന്നലെയും ഇന്നും നാളേക്കും എന്നും അനന്യനായ ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും കാലക്രമേണ വരും കാലങ്ങളിൽ അഥവാ പിൽക്കാലത്ത് എന്ത് സംഭവിക്കപ്പെടുമെന്ന് വ്യക്തമായ അറിവുള്ള നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാർ ഇവ രേഖപ്പെടുത്തുമ്പോൾ
അവരെ ആത്മാവിൽ നിയോഗിച്ച് യേശുവിന്റെ വംശാവലിയും എഴുതി ചേർക്കുവാൻ ദൈവാത്മാവ് അവരെ ഉദ്യമിപ്പിച്ചു. അവരതിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ക്ലാസ് ആണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് നമ്മോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതൊരു കാരണവശാലും നിസാരവൽക്കരിച്ചുകൊണ്ട് വിലയില്ലാത്തതായി നമ്മൾ കാണരുത്. അതിന്റെ പിന്നിൽ ദൈവത്തിന് എന്തൊക്കെയോ സതുദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് എവിടെയൊക്കെയോ പ്രവർത്തിക്കാനുണ്ട്, ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തി കൊടുക്കാനുണ്ട്. അപ്പോൾ ചരിത്രപരമായി ലോകത്തിന്റെ എഴുത്തുകൾക്കകത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആധികാരികമായ എഴുത്തുകൾ വളരെ തുച്ഛമായിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മത്തായിയും ലൂക്കോസും നമുക്ക് നൽകുന്ന, അടിവരയിട്ട് നൽകുന്ന ഏറ്റവും പരമപ്രാധാന്യതയുള്ള ഒരു വിഷയമാണ് പ്രാരംഭ അധ്യായങ്ങളിൽ യേശു ചരിത്ര പുരുഷനാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ യേശുവിനെ അവിടെ ഒരിടവും നിർത്തുന്നില്ല. യേശുവിനെ അപ്പോസ്തലനായ യോഹന്നാൻ നേരെ കൊണ്ടുപോകുന്നത് എല്ലാത്തിനും ആരംഭത്തിനു മുൻപാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നത്തേതിൽ അപ്പോസ്തലനായ യോഹന്നാൻ തന്നെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നു, എഴുതി കാണിക്കുന്നു, വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ എന്ത് ചെയ്തു? പാർത്തു. അപ്പൊ അപ്പോസ്തലനായ യോഹന്നാനും വ്യക്തമായി അവിടെ 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. യേശു ക്രിസ്തു ജീവിച്ചിരുന്നു. യേശു എന്ന ഒരു മഹൽ വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. അവൻ മുന്നമേ ഉള്ളവനാണ്. എന്നാൽ അവൻ ജഡാവതാരമെടുത്തു, ചരിത്രത്തിലേക്ക് വന്നു, ലോകത്തിലേക്ക് വന്നു, അവൻ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ: യേശു ചരിത്ര പുരുഷനാണ്. അതൊന്നുകൂടെ തെളിയിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോഹന്നാൻ വളരെ അടിവരയിട്ട് ആ ഭാഗം വ്യക്തമാക്കി താൻ തെളിയിക്കുന്നു: യേശു ചരിത്ര പുരുഷനാണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊരാൾക്ക് അത് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1ഉം 2ഉം വേദവാക്യങ്ങൾ ഒരാൾക്ക് എന്നെ വായിച്ച് സഹായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. മതി, നമ്മൾ ശ്രദ്ധിച്ചുവല്ലോ. ആദ്യം മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് എന്ന് പറഞ്ഞ അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ ഇവിടെ ഇത് പ്രാരംഭം കുറിക്കുമ്പോൾ വെറും ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട്, വെറും ഒരു തലക്കെട്ടായിട്ടല്ല അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ അത് രേഖപ്പെടുത്തുന്നത്. മറിച്ച് യോഹന്നാൻ ഇവിടെ പറയുന്നു: ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. അർത്ഥം എന്താണ്? കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കൈകൊണ്ട് സ്പർശിക്കാൻ കഴിയുന്ന, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഇനി ഒന്നുകൂടെ വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, മറ്റൊരാൾ വായിച്ചാട്ടെ. 2-ാം അധ്യായം 22-23 വേദവാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പത്രോസ് ജനത്തോട് വായിച്ചാട്ടെ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ
ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. മതി, താങ്ക് യു. അവിടെ ശ്രദ്ധിക്കുക, അവിടെ വൈദികനാകുന്ന ലൂക്കോസ് തന്നെ, ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ അതേ വൈദികനാകുന്ന ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവർത്തികളുടെ ഗ്രന്ഥകർത്താവ്. അപ്പോസ്തലനായ ലൂക്കോസ് വീണ്ടും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം എഴുതുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളെ കുറിച്ച് ലോകത്തിന് അറിവ് കൊടുക്കുമ്പോൾ സ്തോത്രം, അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗത്തെ താൻ ഓർത്തിരുന്ന് എഴുതുകയാണ്. ഇത് എഴുതുമ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ച് വേണമെങ്കിൽ അങ്ങ് പോകാം. പക്ഷേ പത്രോസ് പ്രസംഗിച്ച വിഷയത്തിനകത്ത് നിന്ന് അപ്പോസ്തലനായ ലൂക്കോസ്, വൈദികനാകുന്ന ലൂക്കോസ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എഴുതുമ്പോൾ താൻ അടിവരയിട്ടൊരു കാര്യം കൂടെ പ്രസ്താവിക്കുകയാണ്. പത്രോസ് പറഞ്ഞ വചനങ്ങളെ നിങ്ങളെ അവൻ കേൾപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറച്ചുകൊന്നു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇവിടെ വന്നു നിൽക്കുന്ന യെരൂശലേമിൽ വന്ന് ഈ പെന്തക്കോസ്ത് നാളിൽ ഈ ഉത്സവം ആചരിക്കുവാൻ വന്നു നിൽക്കുന്ന 14 പരം ഭാഷക്കാരെ താൻ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, നിങ്ങൾ അറിയുന്നത് പോലെ. അർത്ഥം, യേശു ക്രിസ്തുവിനെ നിങ്ങൾക്കറിയാം, യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം, യേശുവിന്റെ ശക്തി നിങ്ങൾക്കറിയാം, അവൻ അടയാളങ്ങൾ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് അവനെ കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശു. അതെന്തായാലും ആ ഭാഗം നല്ലതൊരു പദമാണ്. അവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അത് ഒന്നുകൂടെ സ്പർശിച്ചത്. പുരുഷനായ യേശു. ഇവിടെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഓൺലൈനിലും പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫെമിനിസം നിൽക്കുന്ന ഒരു മേഖലയാണ്. യേശു സ്ത്രീയാന്നൊക്കെ ഈയിടയ്ക്ക് കേൾക്കുന്നുണ്ട്. നമ്മൾ ആരോടും വാഗ്വാദത്തിനൊന്നും പോകുന്നില്ല. യേശു പുരുഷനാന്ന് പറയുന്നുണ്ട്, സ്ത്രീയാന്ന് പറയുന്നുണ്ട്, സ്ത്രീവാദികളുണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത് നമ്മുടെ ഓർമ്മയിൽ ഇരുന്നാൽ, ആരെങ്കിലും നമ്മളോട് ഒരു തർക്കവാദം എഴുന്നേൽപ്പിച്ചാൽ മറന്നു പോകല്ല ഈ വചനം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം ഹൃദയത്തിൽ കുറിച്ചിട്ടിട്ട് പറയണം, യേശു സ്ത്രീ അല്ല, യേശു ആരാണ്? പുരുഷനാണ്. നോക്കുക, പത്രോസ് വ്യക്തമായി പറഞ്ഞു, ദൈവം കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിതി നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറച്ചുകൊന്നു. എന്ന് പറഞ്ഞാൽ യേശു ജീവിച്ചിരുന്നു, യേശു അത്ഭുതം ചെയ്തു, യേശു അടയാളങ്ങൾ ചെയ്തു, യേശു ആ ദൈവശക്തി തെളിയിച്ചു. 2, യേശുവിനെ നിങ്ങൾ അധർമ്മികളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവൻ ജീവിച്ചിരുന്നു, അവൻ അത്ഭുതം ചെയ്തു, അവൻ പ്രവർത്തിച്ചു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവനൊരു മനുഷ്യനാണ്, അവനൊരു പുരുഷനാണ്, അവൻ വ്യക്തമായിട്ട് ഒരു മനുഷ്യനാണ്. അവൻ അല്ലെങ്കിൽ ഒരു മിത്തോളജി അല്ല, ഒരു എന്താ പറയുന്ന ഒരു ചിന്തയ്ക്കകത്ത് വന്നതും ഐതിഹ്യങ്ങളൊന്നുമല്ല. നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും നിങ്ങൾ അറിഞ്ഞതുമായ ഒരു സത്യമാണ് എന്ന് പറഞ്ഞാൽ ലൂക്കോസ് ഇവിടെ ദൈവസഭയുടെ മുൻപിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ തിയോഫിലോസിന് ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന ഏറ്റവും വ്യക്തമാകുന്ന ഒരു കാര്യം ഇതാണ്: യേശു എന്ന് പറയുന്നത് ചരിത്ര പുരുഷനാണ്. ഈ വന്നു നിൽക്കുന്ന 16-ൽ പരം ഭാഷക്കാരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അവൻ ചരിത്ര പുരുഷനാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന, ഞാൻ പഠിപ്പിക്കുന്ന, എൻ്റെ മുൻപിൽ നിൽക്കുന്ന നിങ്ങളും നാളെയുടെ കാലങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരുടെ മുൻപിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും, യേശു ചരിത്ര പുരുഷനാണ്. നമ്മുടെ വിഷയം അതാണല്ലോ. അപ്പം ഈ 2 ഭാഗങ്ങളിൽ നിന്നും സ്തോത്രം നമുക്കിന്ന് രാത്രികാലം അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു ചരിത്ര പുരുഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ലൂക്കോസിന്റെ മർക്കോസ് യേശുവിനെ കുറിച്ച്
വളരെ ലളിതമാകുന്ന രീതികളിൽ വേഗത്തിൽ യേശുവിനെ കുറിച്ച് ഒരു സുവിശേഷം, തന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് മർക്കോസ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തത്. എന്നാൽ ലൂക്കോസും മത്തായിയും അങ്ങനെയല്ലായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ആശയങ്ങൾക്കകത്ത് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്, അവനൊരു വംശാവലിയുണ്ട്, അവൻ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു, യോസെഫിന്റെ ഗൃഹത്തിൽ ജനിച്ചു, യഹൂദ ഗോത്രത്തിനകത്ത് ജനിച്ചു എന്ന് വ്യക്തമാക്കി തെളിയിച്ചു. എന്നാൽ ലൂക്കോസിലേക്ക് വരുമ്പോൾ ലൂക്കോസ് താഴെ നിന്ന് മുകളിലേക്ക് പോയി ആദാമിലെത്തിയിട്ട് ആദാം ദൈവത്തിന്റെ മകനെന്ന് പറഞ്ഞ് തെളിയിച്ചുകൊണ്ട് യേശുവും ആദാമ്യ സന്തത പരമ്പരകൾക്കകത്ത് ജനിക്കപ്പെട്ട ഒരു മനുഷ്യനെന്ന് തെളിയിച്ചു. യോഹന്നാൻ തന്റെ എഴുത്തുകൾക്കകത്ത് യേശുവിനെ തന്റെ പൂർവാസ്തിക്യത്തെ കാണിച്ചുകൊണ്ട് പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, അഥവാ ദൈവത്തോട് കൂടെ ഇരുന്നവൻ ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ മനുഷ്യാവതാരത്തെ വ്യക്തമായി വിരൽ ചൂണ്ടുന്നു. അതുകൊണ്ട് തന്റെ ലേഖനം 1 യോഹന്നാൻ 1:2 യോഹന്നാൻ വെളിപ്പെടുത്തി കണ്ടതും തൊട്ടതും അനുഭവിച്ചതുമാകുന്ന യേശുക്രിസ്തു. പത്രോസ് ലൂക്കോസ് എഴുതുമ്പോൾ വ്യക്തമാക്കി കാണിച്ചു തന്നു, നിങ്ങൾ കണ്ടതും നിങ്ങൾ കേട്ടതും നിങ്ങൾ അനുഭവിച്ചതുമായ ശക്തിയും മഹത്വവും അടയാളങ്ങളും ചെയ്തവനെ നിങ്ങൾ അധർമ്മികളുടെ കയ്യിൽ കൊടുത്തു, അവനെ ക്രൂശിച്ചു, അവനെ കൊല ചെയ്തു. അവൻ നസ്രയനായ ദൈവത്തിന്റെ പുരുഷനായ നസ്രയനായ യേശുവായി. അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശു ചരിത്ര പുരുഷനാണ്. നമ്മുടെ ഹെഡിങ് അതാണ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ കരയുന്ന, നമ്മൾ ഉപവസിക്കുന്ന, നമ്മൾ കാര്യം പറയുന്ന യേശു ക്രിസ്തു ഒരു മിത്തോളജി അല്ല, ഒരു ഐഡിയ അല്ല, ഒരു ആശയമല്ല. പകരം യേശു ജഡമെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അപ്പോ സുവിശേഷകന്മാരിലൂടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമാകുന്ന തന്റെ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ലഭിക്കപ്പെടുന്നു. എന്നാൽ ഇതില് ഏറെക്കുറെ ഭാഗങ്ങൾ നമുക്കറിയാം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ, അഥവാ യോഹന്നാൻ സ്നാപകനാൽ യേശു സ്നാനമേൽക്കുന്നത് മുതലാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ഏറെ ഭാഗങ്ങളിലും നമ്മൾക്ക് ഈ വേദപുസ്തകത്തിലൂടെ ലഭിക്കപ്പെടുന്നു. പഴയ കാര്യങ്ങളിൽ ലൂക്കോസ് യേശു അല്ലെങ്കിൽ മത്തായിയൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. യേശുവിന്റെ ജനന സമയം, ദൂതന്മാരുടെ ആ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ആട്ടിടയന്മാർ വന്നത്, വിദ്വാൻമാർ ദൂരെ നിന്ന് കടന്നു വന്നത്, അതൊക്കെ ലളിതമാകുന്ന രീതികളിൽ 1-2 ഭാഗങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയും എലിസബത്തിന്റെയും സഖരിയാവിന്റെയും ഭവനത്തിനകത്ത് ദൂതന്റെ ഇടപെടൽ, മറി അവിടെ ചെല്ലുന്നു. അപ്പൊ ഇതെല്ലാം പറയുന്നത് നമ്മൾ ആത്മീകരായി ആത്മീക ചിന്തകൾക്കകത്ത് ഒരു ശുശ്രൂഷ മേഖലയിൽ അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുമ്പോൾ അതിന്റെ ആശയം വ്യത്യസ്തമാണ്. പക്ഷെ പഠന മേഖലയിൽ വരുമ്പോൾ തിരിച്ചറിയണം, ഇത് സാധാരണ വെറുതെ ഒന്ന് എഴുതിയതല്ല, പകരം യേശുവിന്റെ ജഡാവതാരത്തിന് പൂർണ്ണമാകുന്ന സപ്പോർട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ യേശു ജഡമെടുത്തു, ജഡാവതാരമെടുത്തു, തന്റെ തിരു അവതാരത്തെ കുറിച്ച് വ്യക്തമായി പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മേഖലകളെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിനകത്ത് അവൻ എഴുതി ചേർത്തത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോ അതിനുശേഷം നമ്മൾ കാണുന്നത് 12ാമത്തെ വയസ്സിനുള്ള വിഷയമാണ്. യേശുവിനെയും കൊണ്ട് നമ്മൾ ലൂക്കോസ് പറയുന്നുണ്ട്, അവനെ ശുദ്ധീകരണ കാലം സമയമായപ്പോൾ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ശിമിയോൻ എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, നീതിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ അടുത്ത് ചെന്ന് യേശുവിനെ കരങ്ങളിൽ വാങ്ങി, നാഥ എന്നെ സമാധാനത്തോടെ അയക്കണമേ, ഇസ്രായേലിന്റെ സമാധാനം ഞാൻ കണ്ടു എന്ന് പറയുന്നു. രണ്ടാമത് നമ്മൾ അവിടെ ഹന്ന എന്ന് പറയുന്ന ഒരു പ്രവാചകിയെ കാണുന്നു. വിവാഹശേഷം ഏകദേശം 84 വർഷങ്ങളോളം ഭർത്താവ് മരിച്ച ശേഷം വിധവയായിരുന്ന ഒരു പ്രവാചകി. അവളും അടുത്ത് ചെന്ന് ദൈവത്തെ സ്തുതിച്ചു. വേദപുസ്തക പ്രകാരം 2 പേരുടെ സാക്ഷ്യത്താൽ ഏത് കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രൂവ് ചെയ്യാൻ കഴിയും. ഇരു സാക്ഷികളുടെ 2 പേരുടെ സാക്ഷ്യത്താൽ ഏത് കാര്യവും നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തുന്നത് ഈ 2 പേരെ കൊണ്ടും പ്രൂവ് ചെയ്യിക്കുക. അതൊരു പുരുഷനെ കൊണ്ടും ഒരു സ്ത്രീയെ കൊണ്ടും. അവർ 2 പേരും വയോധികരായിരുന്നു. ശ്രദ്ധിക്കണം, വെറുതെ വേദപുസ്തകത്തിനകത്ത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പേജ് നിറയ്ക്കാൻ വേണ്ടിയല്ല അവിടെ ചെയ്തത്. യേശു ഭൂമിയിൽ
ജനിച്ചു. ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചു. ഗലാത്യർ 4:4 നമ്മുടെ വിഷയമാണ്, നമ്മൾ അതിലേക്ക് വരും. അപ്പൊ യേശു ജനിച്ചു. അത് വെറും ജനനമല്ല, ന്യായപ്രമാണത്തിന് കീഴെ യേശു ജനിച്ചു. അപ്പൊ ന്യായപ്രമാണ പ്രകാരമുള്ള ശുദ്ധീകരണത്തിനായി ദൈവാലയത്തിൽ വരുന്നു. ദൈവാലയത്തിൽ വരുമ്പോൾ ദൈവരാജ്യത്തെ വളരെയധികം ആഗ്രഹത്തോടെ കാത്തിരുന്ന രണ്ട് ഭക്തരായ മനുഷ്യർ, നീതിമാനായ മനുഷ്യനും പ്രവാചകിയായ മാതാവും, രണ്ടുപേരും അടുത്തു വന്നുകൊണ്ട് യേശുവിനെ അവർ കണ്ടു. യേശുവിനെ കരത്തിൽ വാങ്ങിച്ചു. യേശുവിനെ കരത്തിൽ വാങ്ങിച്ചുകൊണ്ട് നാഥ, അടിയനെ സമാധാനത്തോട് അയക്കണമെന്ന് പറയത്തക്ക രീതിയിൽ ശിമയോന്റെ അധരങ്ങളെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ അതിനർത്ഥം ലൂക്കോസ് അവിടെ എഴുതുന്നത് യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ ജഡാവതാരമെടുത്തു. അവൻ ന്യായപ്രമാണ പ്രകാരം അവൻ തന്റെ പ്രവർത്തിക ശുദ്ധീകരണത്തിന്റെ മാതാപിതാക്കൾ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ കർത്താവിനെ കാണുന്നത് 12 വയസ്സുള്ളപ്പോൾ അവൻ എവിടെയായിരുന്നു? ദൈവാലയത്തിൽ ഉത്സവത്തിന് പോയിട്ട് തിരികെ വരുമ്പോൾ മാതാപിതാക്കൾ ചിന്തിച്ചു അവൻ അവരോടുകൂടെ ഉണ്ടെന്ന്. എന്നാൽ ഒരു ദിവസത്തെ വഴിദൂരത്തിന് ശേഷം യേശുവിനെ കണ്ടില്ല. അവർ തിരികെ ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവൻ ദൈവാലയത്തിൽ റബിമാരുടെ കൂടെ, ശാസ്ത്രിമാരുടെ കൂടെ ദൈവവചന സംബന്ധമായി തർക്കിച്ചും വാദിച്ചും ഇരിക്കുന്നു. നോക്കുക, അപ്പൊ ഈ എഴുത്തുകളൊക്കെ നമുക്ക് ലഭിക്കപ്പെടുന്നത് വെറുതെ ഒരു തർക്കവാദത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങൾക്കല്ല വേണ്ടി, വെറും ആശയങ്ങൾക്കല്ല. പകരം യേശു ക്രിസ്തു ദൈവാലയമായൊരു ബന്ധമുണ്ടായിരുന്നു, റബിമാർക്ക് പരിചയമുണ്ടായിരുന്നു, അവൻ ദൈവാലയത്തിൽ ഉണ്ടായിരുന്നു. അവനെ തിരഞ്ഞ് അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ അവനൊരു മനുഷ്യനായിട്ടുണ്ടായിരുന്നു എന്നുകൂടെ അടിവരയിടാനാണ് ആ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ആ എഴുത്തുകൾ വേദപുസ്തകത്തിനകത്ത് വന്നത്. അപ്പോൾ വളരെ ലളിതമാകുന്ന 2-3 കാര്യങ്ങൾ മാത്രമേ യേശുവിന്റെ ഐഹിക ശുശ്രൂഷയുടെ ആരംഭത്തിന് മുൻപ് നമുക്ക് ലഭിക്കപ്പെടുന്നു. എന്നാൽ അതിന് ശേഷമുള്ളതാണ് ഈ 4 സുവിശേഷങ്ങൾക്കകത്തും യേശു ചരിത്ര പുരുഷൻ എന്ന നമുക്ക് തെളിവ് നൽകുന്നത്. അപ്പം യേശു ക്രിസ്തു ചരിത്ര പുരുഷൻ എന്ന ലോകത്തിന്റെ മുൻപിൽ നമുക്ക് പ്രകടമാകുന്ന രീതിയിൽ ലഭിക്കപ്പെടുന്ന തെളിവുകൾ പൂർണ്ണമായിട്ടും ഏകദേശം നല്ലൊരു ശതമാനവും വിശുദ്ധ വേദപുസ്തകത്തിനകത്തെ 4 സുവിശേഷങ്ങളിലൂടെ, നമ്മൾ ആദ്യം ശ്രദ്ധിച്ച ചരിത്ര ഭാഗത്തെ 5 പോയിന്റുകളിലൂടെ വളരെ ലളിതമാകുന്ന ഭാഗങ്ങൾ മാത്രം നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ വേദപുസ്തകം അസന്നിഗ്ധമായി നമുക്ക് തരുന്ന തെളിവ് യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത പ്രവർത്തികൾ ധാരാളമുണ്ട്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതി ഒതുക്കി ക്രമീകരിച്ച് വെക്കാൻ കഴിയത്തില്ല. യേശു ചെയ്ത ധാരാളം അത്ഭുത പ്രവർത്തികളെ കുറിച്ച് വേദപുസ്തകം നമുക്ക് അറിവ് നൽകുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഈ പറഞ്ഞതാകുന്ന ഭാഗങ്ങൾ നമുക്ക് എഴുതിയെടുക്കാം. പുതിയ നിയമത്തിൽ യേശു. ഷാജി പാസ്റ്ററെ, 1 മിനിറ്റ്, ഞാൻ പറയുന്നത് സ്പീഡായി പോയിട്ടുണ്ടോ? നിയമത്തിൽ യേശു. റോമൻ ഭരണത്തിന് കീഴിലായിരുന്ന പാലസ്തീനിൽ മഹാനായ ഹേരോദാവ്, റോമൻ ഭരണത്തിന് കീഴിലായിരുന്ന പാലസ്തീനിൽ മഹാനായ ഹേരോദാവ് BC 4 മരിക്കുന്നതിന് അല്പം നാളുകൾക്ക് മുൻപാണ് യേശുവിന്റെ ജനനം. BC 4 മരിക്കുന്നതിന് അല്പം നാളുകൾക്ക് മുൻപാണ് യേശുവിന്റെ ജനനം. പുതിയ നിയമത്തിലെ ഒരു ഗ്രന്ഥത്തിലും യേശു ക്രിസ്തുവിന്റെ സമ്പൂർണമായ ജീവിതം നൽകിയിട്ടില്ല.
പുതിയ നിയമത്തിലെ ഒരു ഗ്രന്ഥത്തിലും യേശുക്രിസ്തുവിന്റെ സമ്പൂർണമായ ജീവിതം നൽകിയിട്ടില്ല. അതിന്റെ ഒരു കാരണം യേശുവിന്റെ സംഭവ ബഹുലമായ ജീവചരിത്രം സർവ വിശദാംശങ്ങളോട് ചേർത്ത് ലോകത്തിന് പ്രദാനം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമായി ശിഷ്യന്മാർ കണ്ടിരുന്നില്ല. ബ്രാക്കറ്റിൽ യോഹന്നാൻ 20 യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളാണ്. 21-ാം അധ്യായം 25-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായവും 30-ഉം 31-ഉം 21-ാം അധ്യായം 25-ാം വാക്യം. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതാം. യേശുക്രിസ്തു സ്വന്തമായി എന്തെങ്കിലും എഴുതുകയോ യേശുവിനെ പറ്റി തന്റെ ശുശ്രൂഷാകാലത്ത് എഴുതപ്പെടുകയോ ചെയ്തിട്ടില്ല. യേശുവിന്റെ ജീവിതത്തെ പറ്റി ലഭിക്കുന്ന രേഖകൾ 4 സുവിശേഷങ്ങളാണ്. 4 സുവിശേഷങ്ങളാണ്. ഗലാത്യ ലേഖനം 4:4 അപ്പോസ്തലനായ പൗലോസ്, ഗലാത്യർ 4:4 അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ കുറിച്ച് ആദ്യമായി യേശുവിന്റെ ജനനത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ആണ്. ഗലാത്യർ 4:4 അപ്പോസ്തലനായ പൗലോസ് ആണ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് ആദ്യമായി ബൈബിളിൽ എഴുതിയത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനമാണ് ആദ്യത്തെ പുതിയ നിയമത്തിലെ ഗ്രന്ഥം എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. മത്തായി അല്ല. ഓക്കെ, ആദ്യമായി എഴുതപ്പെട്ടത് വാക്യം ബ്രാക്കറ്റിൽ എഴുതാം. റോമാലേഖനം 1:5, 1 കൊരിന്ത്യർ 11:23 മുതൽ 25 വരെ, 15-ാം അധ്യായം 3 മുതൽ 7 വരെ. ഈ ലേഖന ഭാഗങ്ങൾ
ഈ ലേഖന ഭാഗങ്ങൾ സുവിശേഷ രചനയ്ക്ക് മുൻപ് എഴുതപ്പെട്ടവയാണ്. ഫുൾ സ്റ്റോപ്പ്. സുവിശേഷ രചയിതാക്കൾ യേശുക്രിസ്തുവിനെ 4 വീക്ഷണങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ചരിത്ര പുരുഷനായി തെളിയിക്കുന്നു. മത്തായി യേശുവിനെ രാജാവായും മർക്കോസ് യേശുവിനെ ദാസനായും ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രനായും യോഹന്നാൻ യേശുവിനെ ദൈവപുത്രനായും വിരൽ ചൂണ്ടുന്നു. എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും ഭാഗങ്ങൾ മതി. ഞാൻ നിങ്ങൾക്ക് പിന്നെ നോട്ട് തരുമ്പോൾ ബാക്കി കൂടെ വിശദമായിട്ട് നൽകുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിച്ചത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. യേശുവിനെ ലോകത്തിന്റെ ചരിത്ര താളുകളിൽ നിന്ന് യേശുക്രിസ്തുവിനെ ചരിത്ര പുരുഷനെന്ന് നമുക്ക് സവിസ്തരം തെളിവുകൾ നിരത്തിക്കൊണ്ട്, നമുക്ക് ധാരാളം തെളിവുകൾ അതുകൊണ്ട് നമുക്ക് നിരത്തിക്കൊണ്ട് യേശുവിന്റെ ജനനത്തെ നമുക്ക് ഉറപ്പിക്കുവാൻ പരിമിതികളുണ്ട്. എന്നാൽ വേദപുസ്തകമാണ്, പുതിയ നിയമമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേക 4 സുവിശേഷങ്ങളാണ്. അതിനിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി എഴുതിയപ്പോൾ നമ്മൾ കണ്ടു അപ്പോസ്തലനായ പൗലോസിന്റെ വിഷയം. അപ്പോസ്തലനായ പൗലോസാണ് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുവിന്റെ ജനനത്തെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയ തന്റെ ലേഖനത്തിൽ, ഗലാത്യ ലേഖനം 4:4 നമ്മൾ ആ ഭാഗം കാണുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴെ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു എന്നാണ് ഗലാത്യർ 4:4 നമ്മൾ വായിക്കുന്നത്. അപ്പോ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് നമ്മൾ കാണുന്നു. പൗലോസും തന്റെ എഴുത്തുകളിൽ അസന്നിഗ്ധമായി യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നു. നമ്മൾ എഴുതിയ വേദവാക്യങ്ങൾ റോമർക്കെഴുതിയ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് വ്യക്തമായി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് പരിചിതമായ വിഷയമാണ് 1 കൊരിന്ത്യർ 11 23 മുതൽ തിരുമേശകളിൽ, കർത്തൃമേശ സമയങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത്, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് തുറക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു. അതിലൂടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് സംസാരിക്കുന്നത്, സഭയ്ക്ക് നൽകുന്ന അറിവ്, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു അങ്ങനെ കാണിച്ചു കൊടുക്കത്തക്ക നിലകളിൽ ഭൂമിയിൽ മനുഷ്യനായിട്ടുണ്ടായിരുന്നു എന്നതാണ് പൗലോസ് അതിൽ നിന്ന് നമുക്ക് നൽകുന്ന ഉപദേശം. അപ്പൊ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചു നിങ്ങൾ കേൾപ്പിക്കുന്നത്. അപ്പൊ കർത്താവിൽ നിന്ന് പ്രാപിക്കത്തക്ക നിലകളിൽ പൗലോസ് കർത്താവിനോട് ചേർന്നിരുന്ന് യേശുവിനെ മനസ്സിലാക്കി. പത്രോസിനേക്കാളും യോഹന്നാനേക്കാളും ലൂക്കോസിനേക്കാളും മർക്കോസിനെയും മത്തായിയേക്കാളും ഒക്കെ അപ്പോസ്തലനായ പൗലോസിനാണ് കുറച്ചുകൂടെ തന്റെ എഴുത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ തന്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട്
യേശുവിനെ കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി എഴുതുവാൻ ശക്തിയും ബലവും ഒക്കെയുള്ള ഒരു വ്യക്തിത്വം. ദമസ്കോസിന്റെ യാത്ര നമുക്ക് പരിചിതമാണ്. ആ യാത്രയിലാണ് യേശുവുമായി പൗലോസ് കണ്ടുമുട്ടുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ സ്തേഫാനോസിന്റെ മരണസമയം യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്റെ തത്രപ്പാട്, ദമസ്കോസിൽ ആ മാർഗക്കാരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് വിസ്തരിപ്പാനുള്ള തന്റെ തത്രപ്പാട്, ഈ യാത്രയിൽ കർത്താവ് അദ്ദേഹത്തെ ദമസ്കോസിലേക്കുള്ള യാത്രയിൽ സന്ദർശിക്കുന്നത്, കർത്താവ് ആരാന്നുള്ള ചോദ്യം, നീ ഉപദ്രവിക്കുന്ന യേശുവാന്നുള്ള മറുപടി, തുടർന്ന് ഞാൻ ഏകദേശം 3 വർഷത്തോളം യേശുവിനെ ആഴത്തിൽ അറിയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ താൻ ഇരുന്നു. യേശുവിൽ നിന്ന് താൻ പ്രാപിച്ചു. യേശു ആരെന്ന് താൻ മനസ്സിലാക്കി. പൗലോസിന്റെ എഴുത്തുകളിലൊക്കെ വ്യക്തമായി പൗലോസ് രേഖപ്പെടുത്തുന്നതും വിരൽ ചൂണ്ടുന്നതും ലോകത്തിന് നൽകുന്ന സന്ദേശം ഇതാണ്: യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്, ജീവിച്ചിരുന്ന വ്യക്തിയാണ് എന്ന് പൗലോസ് വ്യക്തമാക്കി നമുക്ക് നൽകുന്നുണ്ട്. പുതിയ നിയമത്തിന്റെ ചിന്തകളിൽ അല്ലെങ്കിൽ പുതിയ നിയമ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു, യോഹന്നാനും ലൂക്കോസും മത്തായിയും യേശു ക്രിസ്തുവിനെ വ്യക്തമായി യേശു ചരിത്ര പുരുഷനെന്ന് തെളിയിക്കുവാൻ അവരുടെ എഴുത്തുകൾക്ക് സാധ്യമായി. ഇനി അടുത്ത് നമ്മൾ പോകുന്നത്, ഒന്നാം ഭാഗം നമ്മൾ യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണോ എന്ന് വേദപുസ്തകത്തിന് പുറത്തുനിന്ന് പരിശോധിച്ചു. 2 വേദപുസ്തകത്തിനകത്തുനിന്ന് പരിശോധിച്ചു. വേദപുസ്തകത്തിലെ പുതിയ നിയമങ്ങൾ മാത്രമാണ് നമുക്ക് ഏറെക്കുറെ യേശുവിന്റെ ജീവചരിത്രം ലഭിക്കപ്പെടുന്നത്. യേശു ചരിത്ര പുരുഷനാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ കുറിച്ച് യേശു സ്വയമായി ഒന്നും എഴുതിയിരുന്നില്ല, അല്ലെങ്കിൽ മറ്റാരും ആ കാലഘട്ടങ്ങളിൽ എഴുതിയിരുന്നില്ല. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് ഏകദേശം 35 വർഷത്തിന് ശേഷമാണ് മർക്കോസ് ആദ്യമായി യേശുവിനെ കുറിച്ചൊരു സുവിശേഷം എഴുതിയത്. സുവിശേഷങ്ങളിൽ വെച്ച് പൗലോസ് അതിനു മുമ്പ് ഗലാത്യ ലേഖനം എഴുതി. അപ്പോൾ ആ കാലഘട്ടങ്ങൾ അവർക്ക് ലഭിക്കപ്പെട്ടതാകുന്ന ഓർലി വാക്കുകളിലൂടെ ലഭിക്കപ്പെട്ട, ഓർമ്മകളിലൂടെ ലഭിക്കപ്പെട്ട ഒരുപാട് അറിവുകൾ ചേർത്തുകൊണ്ട് അവർ ആ സുവിശേഷങ്ങൾ എഴുതിയത് മറ്റൊന്നിനു വേണ്ടിയല്ല, യേശു ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. 2 വാക്യങ്ങളൂടെ വായിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാലസമ്പൂർണത എന്ന വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20-ഉം 21-ഉം, മറ്റൊരാൾക്ക് 21-ാം അധ്യായം 25-ാമത്തെ വാക്യവും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-ഉം 31-ഉം, മറ്റൊരാൾക്ക് 21-ന്റെ 25 കൂടെ വായിക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായി ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഓക്കെ, അടുത്ത അധ്യായം 21-ന്റെ 25 ഇങ്ങനെയാണ്: യേശു ചെയ്ത മറ്റു പലതുമുണ്ട്, അവ ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഈ 2 ഭാഗങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നത്, യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറിയതായിട്ടുണ്ട്. എന്നാൽ എഴുത്തുകാരുടെ അഥവാ ഈ സുവിശേഷം എഴുതിയ വ്യക്തികളുടെ അവരുടെ വീക്ഷണം, അല്ലെങ്കിൽ അവരുടെ ദിശാബോധം, അല്ലെങ്കിൽ അവരുടെ ചിന്ത എന്ന് പറയുന്നത് യേശുവിന്റെ ജീവചരിത്രം ഉളവാക്കുക എന്നുള്ളതല്ല. മറിച്ച് അവരുടെ വീക്ഷണം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ, ലോകത്തിന്റെ മുൻപിൽ തെളിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവരുടെ എഴുത്തുകൾ ഏറെയും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ ദൈവകൃപയാൽ നമുക്ക് 2 സുവിശേഷങ്ങൾ ഭാഗത്തു നിന്ന് യേശുവിനെ കുറിച്ച് യേശു ചരിത്ര പുരുഷനെന്ന് തെളിയിക്കത്തക്ക നിലകളിൽ വംശാവലി കൂടെ നമുക്ക് ചേർത്ത് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 4 സുവിശേഷങ്ങളിലും സുവിശേഷകന്മാരുടെ ആഗ്രഹം,
അവരുടെ ഇച്ഛ എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനായി ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുവാൻ അവരുടെ എഴുത്തുകൾ കൊണ്ട് സാധ്യമാക്കുകയല്ല അവർ ആഗ്രഹിച്ചത്. പകരം യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവശക്തിയും ലോകത്തിന്റെ മുമ്പിൽ കാണിച്ച് അവനെ ദൈവപുത്രനായി മനുഷ്യർ അംഗീകരിക്കുക എന്നതിലേക്കായിരുന്നു അവർ ഏറെ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-ലും 31-ലും 21-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതി 25-ൽ പറഞ്ഞു നിർത്തുന്നുണ്ടല്ലോ, അവൻ ചെയ്ത മറ്റു പലതുമുണ്ട്, അവ ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നുകയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള ജീവചരിത്രം എഴുതിയാൽ ഒരിക്കലും അത് തീരില്ല. ധാരാളം 33.5 വർഷത്തെ യേശുവിന്റെ ജീവിതത്തെയും 3.5 വർഷത്തെ തന്റെ ഐഹിക ശുശ്രൂഷയുടെ കാര്യങ്ങൾ ധാരാളം എഴുതുവാനുണ്ട്. അവ എഴുതിയാൽ തന്നെ ഒതുങ്ങുകയില്ല. എന്നാൽ എന്താണ് ഇവിടെ ആശയമാക്കുന്നത്? അവരുടെ എഴുത്തുകളിലൂടെ യേശു ക്രിസ്തു ദൈവപുത്രനെന്ന്, പാപികൾക്ക് രക്ഷയായവൻ വന്നുവെന്നും യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ രക്ഷാനിർണയം പ്രാപിക്കാമെന്നും യേശുവിനെ കർത്താവും രക്ഷകനുമായി വിശ്വസിച്ച് പാപങ്ങൾക്ക് മോചനം അവനിൽ നിന്ന് പ്രാപിക്കുക എന്നും യേശുവിന്റെ രക്തം സകല മാനവകുലത്തിനു വേണ്ടി പ്രദാനം ചെയ്തു എന്നുള്ള സദ്വർത്തമാനം ലോകത്തിന് നൽകുക എന്ന ഏക ആശയത്തോടുകൂടെയാണ് ഈ എഴുത്തുകാർ ഈ കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളാണ് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചരിത്ര പുരുഷനെന്ന് കാണുവാൻ കഴിയുന്ന ഏറെ രേഖകളും നമുക്ക് ലഭിക്കപ്പെടുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അടുത്ത നമ്മുടെ ഹെഡിങ് കാലസമ്പൂർണത. യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലെ വിഷയങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുവാൻ പോകുന്നത്. കാലസമ്പൂർണത എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഹെഡിങ് കൊടുക്കാം. കാലസമ്പൂർണത. യേശു ക്രിസ്തു, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, യോസഫിന്റെയും മറിയയുടെയും മക്കളിൽ ഒരുവനായി. വെറും ഒരു ജനനം മാത്രമായിരുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. യേശുവിന്റെ ജനനം നാം എല്ലാവരും അറിയുന്നത് പോലെ തന്നെ മത്തായി സുവിശേഷം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ജഡത്താലല്ല, പുരുഷന്റെ ഇച്ഛയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവ് നിലനിട്ട് ദൈവശക്തി വന്ന് ദൈവത്തിന്റെ കർത്താവിന്റെ ആ യേശുവിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദം, അത് യെശയ്യാവ് മുഖാന്തരം അരുളി ചെയ്തത് യേശുവിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ടതായ ആ ദൈവശബ്ദം നാളുകൾക്കിപ്പുറം ഇരുണ്ട യുഗത്തിന് ശേഷം മറിയയിൽ അത് സംഭവിക്കപ്പെടുമ്പോൾ അത് വെറും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നൊരു ദാമ്പത്യത്തിൽ ജനിക്കപ്പെട്ട ഒരു കുഞ്ഞായിട്ടല്ല യേശുവിന്റെ ജഡാവതാരം അല്ലെങ്കിൽ തിരു അവതാരം. മറിച്ച് ഗലാത്യ ലേഖനം 4:4 നമ്മളത് ശ്രദ്ധിപ്പാനിടയായി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അപ്പോൾ യേശുവിന്റെ ജനനം സാധാരണമാകുന്ന ഒരു സമയത്തല്ലായിരുന്നു, കാലസമ്പൂർണതയിലായിരുന്നു യേശുവിന്റെ ജനനം. യേശുവിന്റെ ജനനകാലത്ത് അതിന്റെ പ്രത്യേകതകൾ, യേശുവിന്റെ വരവിന് വേണ്ടി ലോകം വളരെ കാത്തിരുന്നു എന്ന നിലകളിൽ യേശുവിന്റെ ജനനത്തിനു വേണ്ടി സാഹചര്യങ്ങളെല്ലാം ലോകത്തിൽ അനുകൂലമായിരുന്ന ഒരു കാലഘട്ടം. അതിനെയാണ് കാലസമ്പൂർണത എന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ വിരൽ ചൂണ്ടുന്നു. വിവിധ കാലങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളല്ല ഇന്നത്തെ കാലം. ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലിയല്ലായിരിക്കാം വരുന്ന നാളുകളിൽ ഉണ്ടാകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഏറെയും പ്രായമുള്ളവരുണ്ട്, പ്രായം തുല്യമുള്ളവരുണ്ട്. നമ്മളൊന്ന് പുറകിലേക്ക് നോക്കിയാൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ നൂറ്റാണ്ട്, നമുക്ക് പുറകിൽ 2000-ന് തൊട്ടു മുകളിലേക്കുള്ള വർഷങ്ങൾ നോക്കിയാൽ 90-കളും 80-കളിലെയും 70-കളിലെയും നാളുകളല്ല, ആ ഒരു സ്ഥിതിവിശേഷമല്ല ഇന്ന് ലോകത്തിലുള്ളത്. 2000-ലേക്ക് എത്തി. 2000 മുതൽ ഇങ്ങോട്ട്
കാലത്തിന്റെ സ്വഭാവത്തിന് വലിയ വ്യത്യാസമുണ്ടായി. ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ആശയവിനിമയങ്ങളിൽ, ഇന്റർനെറ്റ് ഉപയോഗങ്ങളിൽ, മൊബൈൽ സംവിധാനങ്ങളിൽ, TV മാധ്യമങ്ങൾ, വിവിധ മേഖലകളിൽ വലിയ വിപ്ലവമാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നോക്കിയാൽ നമ്മളിലും ഒരു വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളിൽ സംഭവിക്കുന്ന വിപ്ലവം നമ്മൾ ആരോടും മിണ്ടുന്നില്ല. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ആരോടും സംസാരിക്കുന്നില്ല. നമ്മളൊരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ, ഒരു ബസ്സിലോ ഒരു ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്താൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏറെ പേരും സ്വയം അടുത്തിരിക്കുന്നവർ തമ്മിൽ സംസാരിപ്പാൻ കഴിയാതെ വണ്ണം എല്ലാവരും വ്യക്തിപരമായിട്ട് അവരവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൊബൈലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണും. എന്നാൽ അതിന് മുൻപുള്ള കാലഘട്ടങ്ങൾ നമുക്കറിയാം, ഒരു വിശേഷം അറിയണമെങ്കിൽ ദിനപത്രം വേണം, അല്ലെങ്കിൽ ഒരു കാര്യം ആ വ്യക്തിയിൽ നിന്ന് അറിയണമെങ്കിൽ ഇല്ലന്റുകൾ ഉണ്ടായിരുന്ന ഒരു കാലം, എഴുത്തുകൾ ഉണ്ടായിരുന്നു, എഴുതി കാര്യങ്ങൾ അയക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇന്ന് കാലം തികച്ചും വ്യത്യസ്തമായി, കാലത്തിന്റെ ഗതി വ്യത്യസ്തമാകുന്ന അളവിലേക്ക് മാറി. ഒരു വലിയൊരു കുതിച്ചുചാട്ടം, വലിയൊരു വിപ്ലവമുണ്ടായി. അപ്പൊ ആ വിപ്ലവത്തിന്, അല്ലെങ്കിൽ ആ ഒരു കാലത്തിനുണ്ടായ മാറ്റത്തിനനുസരിച്ച് മനുഷ്യർക്കും മാറ്റങ്ങളുണ്ടായി. അത് വെറുതെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കപ്പെടുന്നതല്ല. ഓരോ കാലങ്ങൾക്കും അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട്. സഭാപ്രസംഗിൽ നമ്മൾ വായിക്കുന്ന ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടാനൊരു കാലം, പറിപ്പാനൊരു കാലം, കല്ല് പറക്കി കൂട്ടാനൊരു കാലം, കല്ല് പറക്കി കളയുവാനൊരു കാലം. അപ്പൊ കാലം ദൈവം വെച്ചിട്ടുണ്ട്, വ്യത്യസ്ത കാലം. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഇന്നലകളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തവും വളരെ ശീഘ്രദിശയിൽ വളരെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിൽ, ഒരു കാലത്തിലാണ് നമ്മളായിരിക്കും. ഒരു കാലത്ത് ഇവിടെ നിന്നൊക്കെ ഗൾഫിൽ വരെ പോയി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആൾക്കാർ. എന്നാൽ നമുക്കറിയാം, നമ്മുടെ സഭകളിലോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ +2 കഴിയുമ്പോഴത്തേക്കും അവരിവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. മാതാപിതാക്കൾക്ക് ഭയമില്ല, ആർക്കും പേടിയില്ല. എങ്ങനെയും ഓടി പെട്ടെന്ന് അവർ വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു വിടുകയാണ്. തിരിച്ചൊരു ചോദ്യം, നമ്മളും ഈ ഒരു പ്രായത്തിലൂടെ വന്നപ്പോൾ ഇങ്ങനൊരു സ്വഭാവത്തിലായിരുന്നു നാം? നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അനുവദിക്കപ്പെട്ടിരുന്നോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു? അത് കാലത്തിന്റെ ഒരു സ്വഭാവം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, ഓരോ കാലത്തിനും വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, ഇന്റർനെറ്റ് യുഗത്തിൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനത്തിൽ വന്നൊരു കുതിച്ചുചാട്ടമാണ്. കാലം വ്യത്യസ്തമായപ്പോൾ നമ്മൾ ഇങ്ങനെയായി. ഒന്നുകൂടെ പറഞ്ഞാൽ, കോവിഡ് അതെല്ലാവർക്കും ഒരു പരിചിതമായ വാക്ക്. കോവിഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങൾ ഒന്നുകൂടെ വർദ്ധിക്കാനിടയായി. അപ്പൊ നമ്മൾ കാലത്തെ ഒന്ന് മനസ്സിലാക്കണം. ദൈവം അറിയാതെ അല്ല ഇതൊന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മുൻനിർണയത്തിനകത്തുള്ള പദ്ധതികളാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ മുൻപോട്ട് പോയാൽ മാത്രമേ കാലത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു ഗതിയുണ്ട്, അതിനൊരു സ്വഭാവമുണ്ട്. അന്ത്യകാലത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. സമയം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. വേഗത്തിലുണ്ടായിരിക്കുന്ന, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുണ്ടായിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളുടെ വലിയ വിപ്ലവം, വലിയ കുതിച്ചുചാട്ടം കാലത്തിന്റെ സ്വഭാവം മാറ്റി. പകരം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്നലകളേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് തിന്മകൾ സമൂഹത്തിൽ വർദ്ധിക്കുന്നു. അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് നിലകളിലുള്ള ദുഷ്പ്രവർത്തികൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ, ദിനപത്രങ്ങളിലൂടെ വായിച്ചു കേൾക്കാൻ കഴിയും. അതും കാലത്തിന്റെ മറ്റൊരു സ്വഭാവം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, കാലത്തിന് അതിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ അന്നത്തെ കാലത്തിനും ആ കാലത്തിൻ്റെതാകുന്ന ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടായി.
ആ കാലത്തിൽ യേശു ജനിക്കപ്പെടുമ്പോൾ എന്തായിരുന്നു ആ കാലത്തിന്റെ സവിശേഷത എന്ന് നമ്മൾ പരിശോധിക്കണം. പൗലോസ് വെറുതെ ഒരിക്കലും ഒരു കാര്യം എഴുതത്തില്ല, നമുക്കറിയാം. കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴെ നിയോഗിച്ചയച്ചു. അപ്പോ പൗലോസ് അത് പറയണമെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നത് നിശ്ചയമാണ്. ആ കാലഘട്ടത്തെ നമ്മൾ യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പരിശോധിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം എന്തുകൊണ്ട് ആ സമയത്ത് അയച്ചു, യേശുവിനെ എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കും ഇപ്പോൾ അയച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മളിപ്പോ കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്, ഇപ്പോ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, കാരണം നമുക്ക് എന്ത് ചെയ്യാം, പോകാം. ഈ സമീപകാലത്ത് കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ ഒരു പക്ഷേ കേട്ടോന്ന് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, യേശു 26-ാം തീയതി വരുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. അറിഞ്ഞവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഏറെക്കുറെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വീഡിയോയുടെ മുഖങ്ങളെല്ലാം എനിക്കിതിനകത്ത് 2 പേരൊഴികെ ബാക്കി ഒരു ക്യാമറയും ഓണല്ല. നിങ്ങൾക്ക് നെറ്റിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. തങ്കമ്മ ആന്റിയും പ്രഭ സിസ്റ്ററും മാത്രമാണ് എനിക്കിപ്പോൾ ലൈവിൽ മുഖം കാണാൻ കഴിയുന്നത്. നിങ്ങളത് ഓപ്പൺ ചെയ്താൽ, കഴിയുന്നവർക്ക് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഞാൻ ആരുടെയും ഫേസ് കാണാതെ ഒന്നാമത് ലൈവ് നമ്മൾ നേരിട്ടുള്ള പഠിപ്പീരല്ല, ഓൺലൈനിലുള്ള ക്ലാസ് ആണ്. അവിടെയും നിങ്ങളുടെ മുഖം കൂടെ കണ്ടില്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും ബ്ലാങ്കിൽ നോക്കി ഞാൻ പ്രസംഗിക്കേണ്ടി പഠിപ്പിക്കേണ്ടുന്ന ഒരു ദുഃഖകരമാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നെറ്റ് ഇഷ്യൂസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ ഈ സമീപകാലത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ കേട്ടതാണ്, നമ്മുടെ കർത്താവ് എന്ന് വരുന്നു, 26-ാം തീയതി വരുന്നു എന്നൊരു ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് പേര് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേര് ഇങ്ങനെ കേൾക്കാൻ കഴിയും. അതിന്റെ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കർത്താവ് എന്ന് വരുമെന്ന് പിതാവിനല്ലാതെ കർത്താവിന് പോലും അറിയത്തില്ല. പിതാവ് അയക്കുന്ന സമയം ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കപ്പെട്ടാൽ നന്നായി. കാരണം കാലത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഇവിടെ വീഡിയോയിൽ കാണുമ്പോൾ ഈ പ്രിയ തങ്കമ്മ അമ്മച്ചിയാന്ന് തോന്നുന്നു, ഇവിടെ ഉള്ളതിൽ പ്രായമുള്ളതെന്ന് തോന്നുന്നു, വേറെ ആരെയും ഞാൻ കാണുന്നില്ല. അപ്പോ പ്രിയ ആന്റി വേണമെങ്കിൽ കർത്താവ് ഇപ്പോൾ വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ഈ കാലത്തിന്റെ പോക്ക് പണ്ടത്തെക്കാളും മോശമായതുകൊണ്ട് ഇപ്പോൾ വന്നാൽ നന്നായിരുന്നു ചിന്തിച്ചേക്കും. അപ്പൊ ഈ കാലത്തിന്റെ സ്വഭാവമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ കർത്താവിന്റെ വരവിന് വേണ്ടി ലോകം കാത്തിരിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ പിതാവായ ദൈവം വെറുതെ ഒരു സമയത്തിലല്ല കർത്താവിനെ അയച്ചത്. പകരം കാലത്തിന് ഒരു സമ്പൂർണത വരുന്നൊരു സമയം. ഈ സമ്പൂർണത ഏതെല്ലാം മേഖലകളിലാണ്? പ്രധാനമായിട്ടും യേശു ജനിക്കുന്നത് റോമൻ ഗവൺമെന്റ് ഭരിക്കപ്പെടുന്ന റോം, അല്ലെങ്കിൽ റോമിന്റെ സർവാധിപത്യം പാലസ്തീനിലും മറ്റിതര ഭാഗങ്ങളിലും മെഡിറ്ററേനിയന്റെ ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശങ്ങളിലും അവരുടെ ഭരണം ശക്തമായി നിലകൊള്ളുന്ന ഒരു സമയത്താണ് യേശുവിന്റെ ജനനം. അതുകൊണ്ട് തന്നെ കാലത്തിന്റെ സമ്പൂർണത എന്ന് പറയുമ്പോൾ പ്രധാനമായി 4 മേഖലകളെയാണ് നമ്മൾ വീക്ഷിക്കേണ്ടത്. യേശു ജനിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സ്വഭാവം എന്തായിരുന്നു? 2, യേശു ജനിക്കുമ്പോൾ മതത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? 3, യേശു ജനിക്കുമ്പോൾ ഇവിടുത്തെ സാംസ്കാരികപരമാകുന്ന ഒരുക്കം എങ്ങനെയായിരുന്നു? മതപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ജ്ഞാനപരമായും ഒക്കെയുള്ള 4 വിധ മേഖലകളെ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിന്റെ ജഡാവതാരം ഈ ഭൂമിയിൽ യേശു ജനിച്ചത് വെറുതെ ഒരു സമയത്തിൽ യേശു ജനിച്ചതല്ല. യേശുവിന്റെ വരവിന് വേണ്ടി, യേശുവിന്റെ ജനനത്തിനു വേണ്ടി സാഹചര്യങ്ങളെല്ലാം ദൈവം അതിനെ യോഗ്യമാക്കി അനുകൂലമാക്കിക്കൊണ്ടിരുന്നു എന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുവിന്റെ ജനനം സംഭവിക്കുമ്പോൾ
യേശു, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, വെറും ഒരു ദിവസം കൊണ്ട് യേശുവിന്റെ ജനനം സംഭവിച്ചതല്ല. യേശുവിലൂടെയുള്ള ദൈവപ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 400 സംവത്സരങ്ങൾ ഇരുണ്ട യുഗമായിട്ടാണ് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ വേദപണ്ഡിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ പറയുന്നു. 400 വർഷത്തോളം ദൈവശബ്ദമില്ലാതെ, ദൈവികമാകുന്ന വെളിപ്പാടുകളോ ദർശനങ്ങളോ ഒന്നും ആഴത്തിൽ സംഭവിക്കപ്പെടാതെ, പ്രവചന ശബ്ദങ്ങളോ അത്യാദി ദൈവികമാകുന്ന ഇടപെടലുകളുടെ ആഴങ്ങൾ അധികമില്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ദൈവ മന്ദിരത്തിനകത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ വന്ന് സഖരിയാവിനോട് അരുളി ചെയ്യുന്ന ഒരു ദൈവശബ്ദത്തോടുകൂടെയാണ് നാം പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ ദീർഘവർഷങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ ആബ്സെന്റ് ആയിരുന്നു. കാരണം ലോകം യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു എഴുത്തുകാരൻ യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, ജഡാവതാരത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. പീറ്റേഴ്സൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിന്റെ തിരു അവതാരത്തെ സംബന്ധിച്ച് താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ചന്ദ്രന്റെ ഗമന വൃദ്ധിക്ഷയങ്ങൾക്കൊത്ത് സമുദ്രം അറിയാതെ തന്നെ വേലിക്കയറ്റം മൂലം ചലിക്കുന്ന പ്രകാരം സ്വർഗത്തിലെ ചലനങ്ങൾക്ക് ഭൂലോകം അറിയാതെ തന്നെ അതിൽ പ്രതികരണങ്ങൾ ഉണ്ടായി എന്ന് തോന്നുന്നു. പരലോകം ക്രിസ്തുവിനെ അയക്കുവാൻ ഒരുങ്ങിയപ്പോൾ ഈ ലോകം അവനായി തയ്യാറായി. അപ്പം ആ ഒരു ചിന്തകന്റെ ചിന്തയിൽ അദ്ദേഹം പറയുന്നത്, വേലിയേറ്റവും വേലിയിറക്കവും സമുദ്രത്തിൽ സംഭവിക്കുന്നത് പോലെ സ്വർലോകത്തിലെ ചലനങ്ങൾക്ക് അനുസൃതമായിട്ട് ഭൂമി അവിടുത്തെ ചലനങ്ങൾ അറിയാതെ തന്നെ അതിനോട് പ്രതികരിക്കത്തക്ക നിലകളിൽ ലോകം അവനായി കാത്തിരുന്നു എന്നാണ് പീറ്റേഴ്സൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്വർഗീയമാകുന്ന തയ്യാറെടുപ്പുകൾ സംഭവിക്കുമ്പോൾ തന്നെ ഈ ഭൂലോകം അതറിയാതെ തന്നെ യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. പ്രധാനമായി ഞാൻ ഓർപ്പിച്ചതുപോലെ രാഷ്ട്രീയമായും മതപരമായും സാംസ്കാരികപരമായും ധാർമ്മികമായും യേശുവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ലോകം കാത്തിരിക്കുവാനിടയായി. നമുക്കൊരു ഹെഡിങ് എഴുതാം: കാലസമ്പൂർണത. കാലസമ്പൂർണത. സമയം നമ്മുടെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസാന 5 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നൽകണം എന്ന് പാസ്റ്റർ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്പം നമുക്ക് എഴുതാം. യേശു ക്രിസ്തുവിന്റെ കാലസമ്പൂർണത എന്ന ഹെഡിങ്ങിന് താഴെ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം ചരിത്രത്തിലൂടെയും വചനത്തിലൂടെയും തെളിവാക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച 2 ഭാഗങ്ങളിലൂടെ യേശുക്രിസ്തുവിന്റെ ജഡാവതാരം ചരിത്രത്തിലൂടെയും വചനത്തിലൂടെയും തെളിവാക്കപ്പെട്ട് കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജനനം വെറും ഒരു ദിവസത്തിൽ, യേശുക്രിസ്തുവിന്റെ ജനനം ഒരു ദിവസത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കപ്പെട്ടതല്ല.
അപ്രതീക്ഷിതമായി സംഭവിക്കപ്പെട്ടതല്ല. ദൈവപുത്രന്റെ വരവ് ആദവും ഔവയും പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട നാൾ തന്നെ ദൈവം പ്രഖ്യാപിച്ചതും, യഹോവയായ ദൈവം പ്രഖ്യാപിച്ചതും ബ്രാക്കറ്റ് ഉൽപ്പത്തി പുസ്തകം 3:15 പ്രഖ്യാപിച്ചതും, ഉൽപ്പത്തി 3:15 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ അടയാളങ്ങളും നിഴലുകളുമായി കാണപ്പെട്ടതാണ്. യേശുവിന്റെ ജനനത്തിനും 600 വർഷം മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി. ബ്രാക്കറ്റിൽ യെശയ്യാ 7:14. ബാബേൽ പ്രവാസശേഷം ജനം മടങ്ങി വന്നിട്ടും മശിഹ വന്നില്ല. ഇരുണ്ട യുഗമായി 400 വർഷങ്ങൾ യേശുവിന്റെ ജനനത്തിന് മുൻപുണ്ടായിരുന്നു. റോമൻ ഗവൺമെന്റ് തങ്ങളുടെ ഭരണം ഇരുമ്പ് യുഗം എന്നറിയപ്പെടത്തക്കവണ്ണം പ്രവർത്തിച്ചിരുന്ന കാലത്തും ജനം ക്ഷമയോടെ മശിഹയ്ക്കായി കാത്തിരുന്നു. ബ്രാക്കറ്റിൽ ലൂക്കോസ് 2:25 മുതൽ 31 വരെ. ലൂക്കോസ് 2:25 മുതൽ 31. യോഹന്നാന്റെ സുവിശേഷം
4-ാം അധ്യായം 25, 26 അല്ലെങ്കിൽ 25 മുതൽ 30 വരെ യേശു ശമരിയാ സ്ത്രീയുള്ള സംഭാഷണമാണ് അവിടെ. അവർ യേശുവിന് വേണ്ടി കാത്തിരുന്ന ഒരു ഭാഗമാണ്.